ഹായ് ഗായ്സ്, ഇന്നൊരു ശനിയാഴ്ചയാണ്, കർക്കിടക ദിവസമാണ്. സോ നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. തളാപ്പമ്പലത്തിൽ ഞാനും അമ്മയും അനിയത്തിയും തന്നെയാണ് പോകുന്നത്. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വേണ്ടി നടക്കുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി. പിള്ളേർക്കോവിലൊന്നും പോകാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അമ്മ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് പിള്ളേർക്കോവിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ തളാപ്പമ്പലത്തിന് മാത്രം പോകാനേ പ്ലാൻ ഉണ്ടായിട്ടുള്ളൂ. പെട്ടെന്ന് അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് പിള്ളേർക്കോവിലും കൂടി പോകാം. അങ്ങനെ പിള്ളേർക്കോവിന്നൊക്കെ തോതു നേരെ നമ്മൾ കാമാക്ഷിയമ്മൻ കോവിലും പോയി. അതിൻ്റെ അപ്പുറം കാമാക്ഷിയമ്മൻ കോവിന്ന് തോതു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തളാപ്പമ്പലത്തിലേക്ക് പോകാം. നമ്മൾ കടക്കിട വരുന്ന ദിവസം കുറേ ദിവസം മുന്നേ ഞാനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ദിവസം ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന്. അങ്ങനെ നമ്മൾ വേഗം ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് തളാപ്പമ്പലത്തിലേക്ക് പോക്കായി. അപ്പോൾ ആടെ നിറച്ചും ആളാട്ടോ, ഈ പിതൃത്വവും ബലിയൊക്കെ ഇടുന്ന ഒരു ഇതുള്ളതുകൊണ്ട് നിറച്ചും ആളാന്ന്. കുറേ ആൾക്കാരൊക്കെ ക്യൂ ഒക്കെ ഇരിക്കുവാന്ന്. അപ്പം നമ്മളങ്ങനെ പോയിട്ട് തൊഴുതു. നമ്മളൊരു പുഷ്പാഞ്ജലിയും പായസമൊക്കെ കഴിപ്പിച്ചു. എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് കിട്ടി. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ വേഗം തന്നെ മടങ്ങി കേട്ടോ. കുറേ സമയം നിന്നില്ല, തൊഴുതതിനൊപ്പം തന്നെ വേഗം തന്നെ മടങ്ങി. ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ മടങ്ങി. ഇപ്പോൾ എനിക്കിനി ഡ്യൂട്ടിക്ക് പോകണം, വീട്ടിൽ പോകാൻ പറ്റില്ല. സോ ഞാൻ വീട്ടിലേക്ക് പോവും. ഞാൻ ഡ്യൂട്ടിക്ക് പോവും, അമ്മയും അനിയത്തിയും കൂടി വീട്ടിലേക്ക് പോവും. അതാണ് ഈ നെക്സ്റ്റ് പ്ലാൻ. നമ്മളപ്പോൾ ഇന്നൊക്കെ മടങ്ങി. അവിടെ നിറച്ചു ആൾക്കാർ കരക്കിട ബലിയിടുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം നിറച്ചു ആൾ, എന്നാലും ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ വേഗം ബസ് കയറിയിട്ട് വേഗം എൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ തന്നെ പോയിട്ടൊരു ചായയും ഉള്ളിയോടെയും പപ്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിട്ടില്ല. അപ്പം കോഫി ഹൗസിൽ പോയിട്ട് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലും ബിരിയാണി തന്നെയായിരുന്നു, ചിക്കൻ ബിരിയാണി. അതും നൈസായിട്ട് കഴിച്ചു. ഇന്ന് ഫുൾ ബിരിയാണി ഡേ തോന്നുന്നു. വീട്ടിലെ ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല, അടിപൊളി തന്നെ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ നൈസായിട്ട് തീർന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.